സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സാരീനെ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി സാരിയാണ് അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ തപ്പുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഓരോരോ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ നിന്നാണ് ഇതുപോലുള്ള സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളൊക്കെ വാങ്ങുന്നത്. കാരണം നമ്മൾ ഞാൻ നാട്ടിലില്ലല്ലോ, ഇവിടെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും സൈറ്റിൽ നിന്നായിരിക്കും മിക്കവാറും വാങ്ങുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ എൻ്റെ കണ്ടുപെട്ടു. അങ്ങനെ ആ വീഡിയോയിൽ കണ്ട സാരി തപ്പി ഞാൻ അതിൻ്റെ സൈറ്റിൽ പോയപ്പോൾ അത് പ്രാണയുടെ അടിപൊളി ഒരു സാരി ആയിരുന്നു. പ്രാണയുടെ പൊതുവെ എല്ലാ സാരീസും നല്ല അടിപൊളി, എല്ലാവരുടെ ഡിസൈൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ പ്രാണയുടെ സൈറ്റിലോട്ട് വെച്ച് പിടിച്ചു അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രാണയുടെ സൈറ്റിലേക്ക് പോയത് മാത്രം ഓർമ്മയുണ്ട്, എൻ്റെ നല്ല പ്രാണൻ അങ്ങ് പോയി കിട്ടി. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സാരിയും ബ്ലൗസും രണ്ടും കൂടെ വാങ്ങുവാണെങ്കിൽ 11,500 രൂപയാണ് അതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ബ്ലൗസ് ഇല്ലാതെ നമ്മൾ വെറും സാരി വാങ്ങുകയാണെങ്കിൽ വില കുറവാണ് കേട്ടോ, തുച്ഛമായ വെറും 12,000 രൂപ. അപ്പം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന സംഭവമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി പതിയെ ഞാൻ അവിടെ നിന്ന് വലിഞ്ഞു. അപ്പം അന്നോട്ടേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു സാരിയുടെ ഇങ്ങനെ ആഗ്രഹം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവരുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഡിസൈൻ. ഞാൻ അത് ഇവിടെ കൊടുത്തേക്കാം, ഏത് ഡിസൈനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന്. അപ്പം ആ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഓബ്വിയസ്ലി 18,000 അല്ലെങ്കിൽ 12,000 രൂപ കൊടുത്തൊന്നും എൻ്റെ ദൈവമേ ഞാൻ സെറ്റ് സാരി നല്ല ഒരു ഡ്രസ്സും വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. അതായത് ഒരു 500 രൂപ പോലും ആയി കാണത്തില്ല, 500 രൂപയുടെ താഴെ വിലയിൽ ഒതുങ്ങുന്ന രൂപത്തിൽ ഞാൻ അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെറ്റ് സാരി വാങ്ങിച്ചിട്ടുണ്ട്. മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു സെറ്റ് സാരി. അതിന് ഏകദേശം ഒരു 300-400 രൂപയിൽ താഴെ, 385 സംതിങ് അത്ര രൂപ മാത്രമേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി 12:30 സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, എന്നിട്ടും പട്ടി എന്നോട് കരുണയില്ല. എന്ത് ചെയ്യാണ്, പട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നത് വരെ ഞാൻ മിണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ആ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സാരീനെ അടിപൊളിയായിട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അതിനോട് ഫ്ലോപ്പ് ആവുമോ അതോ നടക്കുമോ, അല്ല ഫ്ലോപ്പ് ആവുമോ അതോ സക്സസ് ആവുമോ എന്ന് അറിയില്ല, പക്ഷെ സക്സസ് ആവാനാണ് സാധ്യത. അപ്പം ഞാൻ അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതുപോലെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യാമല്ലോ. ഇത്രയും റേറ്റൊക്കെ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ല, ഇത്രയും കാശൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. എൻ്റെ കയ്യിൽ തൽക്കാലം ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ഇത്രയും കാശില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ടീച്ചറിനെ പോലെ ഇരിക്കുകയാണ്. അപ്പൊ തുടങ്ങിയാലോ. ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള സാരി. അടിപൊളി സാരിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ്, സെറ്റ് സാരി, കോട്ടൺ ആണ്. പിന്നെ ഞാൻ ആണെങ്കിൽ ഇവിടെ കുറച്ച് കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് റെഡും ഒരു ഗോൾഡൻ കളറും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ റെഡ് കളറും പിന്നെ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറും ഉണ്ട്. ഈ 2 കളേഴ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക് പെയിൻറ് എന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് കിട്ടും. നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഷോപ്പിൽ പോയാലും കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഫാബ്രിക് പെയിന്റ് എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ സെർച്ച് ചെയ്താൽ വാങ്ങാനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരെണ്ണത്തിന് 25 രൂപയാണ്. ഇതിൽ ഏകദേശം
10 ml ബോട്ടിലാണ് 25 റുപ്പീസാണ്. അപ്പം ഇതാവശ്യമാണ്, റെഡും ഗോൾഡൻ കളറും. അതിനുശേഷം ഇതുപോലെയുള്ള 2 ബ്രഷുകൾ വേണം. 2 ടൈപ്പ് ബ്രഷ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ കുറച്ച് നല്ല വലിപ്പമുള്ള ഒരു ബ്രഷാണ്, ഒരെണ്ണം ഒരു കുഞ്ഞു കൂർത്തിരിക്കുന്ന ഒരു ബ്രഷ്. രണ്ടും വേണം ഔട്ട്ലൈൻ വരയ്ക്കാനും പിന്നെ പെയിന്റ് അടിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഗൂഗിളിൽ നിന്നും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെയുള്ള ഫ്ലവറാണ്. അപ്പം ഈ ഒരു ഫ്ലവറാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാർബൺ പേപ്പറും വേണം. എൻ്റെ കയ്യിൽ ഞാൻ കാർബൺ പേപ്പറും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പരീക്ഷണമാണ്, ദൈവമേ സക്സസ് ആയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനാണെങ്കിൽ ഇത് 2 രീതിയിലാണ് ഇത് വരച്ചെടുത്തത്. 2 രീതിയിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ രീതി എനിക്ക് അത്ര വർക്കായിട്ട് തോന്നിയില്ല. ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത്, കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പിക്ചർ വെച്ചിട്ട് അതിനെ ഞാൻ ഈ നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് വശം കൊണ്ടിട്ട് ഞാൻ അതിനെ വരച്ചെടുത്തിട്ട് ഇതുപോലെ ഞാൻ അതിനെ പെയിൻ്റ് അടിച്ചു കൊടുത്തു. അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ മാറ്റുന്നു, കാർബൺ പേപ്പർ വെക്കുന്നു, പിന്നെ പെയിൻ്റ് അടിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അതിനുശേഷം ഞാൻ രണ്ടാമത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ആ ഒരു പൂവിൻ്റെ പടം ഉണ്ടല്ലോ, ആ പടം ഞാൻ ഡയറക്റ്റ് ആ സാരിയുടെ താഴ്വശത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ സാരി അങ്ങനെ ഭയങ്കര കട്ടിയുള്ളതൊന്നും അല്ലല്ലോ, ട്രാൻസ്പെറൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ട് മുകളിൽ കൂടെ നമുക്കിത് കാണാൻ പറ്റും, ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളിത് താഴെ വച്ചിട്ട് മുകളിൽ കൂടെ നമ്മളിങ്ങനെ ഒരു പേന വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുത്തു. പേനേക്കാളും നല്ലത് പെൻസിലുണ്ടെങ്കിൽ പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഫുൾ സാരിയിലും ഇതുപോലെ ഓരോ പൂക്കൾ വരച്ചെടുത്തു. ഇവരാണെങ്കിൽ ആക്ച്വലി ആ പ്രാണയുടെ സാരി എന്ന് വെച്ചാൽ അവർ പൂക്കൾ കുറച്ച് ഗ്യാപ്പിട്ട് കുറച്ച് വലിയ പൂവാണ്, പക്ഷെ കുറച്ച് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ പൂക്കൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ആദ്യമേ കുറച്ച് അടുപ്പിച്ച് നിറച്ചും പൂക്കൾ ഞാൻ ഇതിനകത്ത് വെച്ചു. അതെനിക്കൊരു അബദ്ധമായിട്ട് പിന്നീട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ സമയം എടുത്തു ഇതെനിക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാനായിട്ട്. അപ്പം ഇപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് പൂവിട്ട് കൊടുത്താൽ മതി. ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ അല്ല, ഇപ്പം ഇതൊക്കെ ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിൽ കുറച്ച് അടുപ്പിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ഇത് ഫൈനലായിട്ട് എല്ലാം വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരിതിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ് 2 കളറിലുള്ള പൂവാണ്. ഒന്നെന്ന് പറയുന്നത് റെഡ് കളറിലുള്ളൊരു പൂവും പിന്നെ ഒരെണ്ണം ഗോൾഡൻ കളറിലുള്ളൊരു പൂവും. റെഡ് കളറിലുള്ള പൂവിൽ അവർ ഫുൾ അതിന് ആ പെയിൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ റെഡ് കളറിൻ്റെ ആ ഒരു നടുക്ക് അവരൊരു ഗോൾഡൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കളറുള്ള പൂവിൻ്റെ നടുക്ക് ഒരു റെഡ് കളറിലുള്ള ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഫുൾ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ഈസി ആയിട്ട് കിട്ടും, വിഷമിക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം വേറൊരു കോട്ടൺ തുണിയിൽ ഇത് വരച്ച് ഞാനൊന്ന് തേച്ച് നോക്കി, എന്നിട്ട് വെള്ളത്തിലൊന്ന് കഴുകി നോക്കി. അപ്പോൾ അത് എന്താ മഷി പടരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ ആയിട്ടൊരു ട്രയൽ ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് ശേഷമാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിൽ വരച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പണിയാണ്. എൻ്റെ കഴുത്തും തോളും ഒക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒറ്റ ഇരിപ്പിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റൂ. ഇനി ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കൊണ്ട് മാക്സിമം ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഈ ഒരു ഡിസൈൻ ഞാൻ കുറേ മുമ്പ് നോക്കി വെച്ചിരുന്നതാണ്. പക്ഷേ പ്രാണയുടെ സൈറ്റിൽ പോയി ഇതിൻ്റെ ആ വില കണ്ടപ്പോൾ എൻ്റെ അമ്മ ഞാൻ ഞെട്ടിപ്പോയി. 18,500 രൂപയൊക്കെ ഒരു സാരിക്ക്, അതും ഇതുപോലൊരു സെറ്റ് സാരിക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തോന്നി. അപ്പോൾ ഇത്രയും 18,000 രൂപയ്ക്ക് ഇത് ഇത്രയും വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ഞാൻ സ്വയം ഒന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കധികം പൈസ ഒന്നുമില്ല ഇങ്ങനെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക, അതും 18,000 രൂപയൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ഞാൻ ചെയ്യും. ഞാനിത് 2-3 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ പ്രാണയുടെ ഇത്രയും വില കൂടിയ ഡ്രസ്സ് നമുക്കും വീട്ടിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിതിനൊരു 350 റുപ്പീസ്, കൂടിപ്പോയാലൊരു 400 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 18,000 എവിടെ കിടക്കുന്നു, 400 റുപ്പീസ് എവിടെ കിടക്കുന്നു. അപ്പോൾ എന്നെപ്പോലെ ചിലപ്പോൾ അവരുടെ സൈറ്റിൽ നോക്കിയിട്ട് ഇതുപോലെയുള്ള ഈ സാരി ഇപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാൻ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എൻ്റെ ഈ ഒരു വീഡിയോ. നിങ്ങൾ ഇതുപോലെ ഒരു ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്. നമുക്ക് വീടിനടുത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു കോട്ടൺ സാരി വാങ്ങിച്ചാൽ മതി, കുറഞ്ഞ വിലയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിലയ്ക്ക് 300-500 രൂപയ്ക്കൊക്കെ കിട്ടും. ഞാനിത് മീഷോയിൽ നിന്ന് ഈ ഒരു കോട്ടൺ സാരി വാങ്ങിച്ചത് 385 റുപ്പീസിന് സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുൾ സാരി ഡിസൈൻ ചെയ്ത് വന്നതിന് ശേഷം ഇവർ മുന്താണിയിലാണെങ്കിൽ, ഓക്കെ എൻ്റെ സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിൻ്റെ മുന്താണിയിലാണെങ്കിൽ ടസിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് ഓൾറെഡി ലേറ്റായി. ഞാൻ വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാമെന്ന്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ വാങ്ങിച്ച് അതും കൂടെ ഇതിൻ്റെ കൂടെ തയ്ച്ച് ചേർത്താൽ ഭയങ്കര അടിപൊളി ലുക്കായിരിക്കും. പിന്നെ ഞാൻ അതേ ക്വാളിറ്റി അങ്ങനെയൊന്നും പറയുന്നില്ല, കാരണം അവരുടെ സാരി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ക്വാളിറ്റി എന്തായിരിക്കും എന്നറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇത് ചെയ്തെടുക്കും. എനിക്ക് കൊതിയായി, അത്രയ്ക്കും കൊതിയായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അല്ലാതെ എനിക്കത്രയും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ കൊതിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.